ഇനി വേറൊന്നാണ് ഈ മറുഭാഷ സംസാരിക്കുന്നവർ. ഇവർ പറയുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ പെൻഡക്കോസ്റ്റ് റിലീജിയൻ എന്ന് പറയുന്നത് 1909 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലാണ് ലോസ് ആഞ്ചലസിലാണ് പ്രധാനമായിട്ടും അമേരിക്കയിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. ഇന്ന് ഏതാണ്ട് 50 കോടി പെൻഡക്കോസ്റ്റുകാരുണ്ട്. റോമൻ കാത്തലിക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതവിഭാഗമാണ്. അവർ തുടങ്ങിയൊരു കാര്യമാണ് ഈ രോഗശാന്തി, കരിഷ്മാറ്റിക് കൺവെൻഷൻ, പിന്നെ അതുപോലെ തന്നെ മറുഭാഷ സംസാരിക്കുക. ഈ ഇവിടെ എങ്ങും ഇല്ലാത്തൊരു ഭാഷ സംസാരിക്കുക. ഈ ഭാഷയെന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ആവേശിക്കുമ്പോൾ വരുന്ന ഭാഷയാണ്. അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇതുണ്ടാക്കുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും ഈ മറുഭാഷയ്ക്ക്, മലയാളി സംസാരിക്കുന്ന മറുഭാഷയ്ക്ക് മലയാളത്തിൻ്റെ ഋതമായിരിക്കും. ഉദാഹരണമായിട്ട് എന്താ മലയാളത്തിൻ്റെ ഋതം? ഇപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഓരോ സംസ്ഥാനക്കാരും സംസാരിക്കുന്ന ഇംഗ്ലീഷ് കണ്ട് ഏത് സംസ്ഥാനക്കാരനാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും, അല്ലേ? തമിഴ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് അത് തമിഴനാണെന്ന് പറയാൻ പറ്റും. എല്ലാവരും ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആദ്യം സംസാരിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് നിങ്ങളുടെ സ്വനപേടകവും നാക്കും നിങ്ങളുടെ കാര്യങ്ങളും ഒരു തഴക്കവും വഴക്കവും ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് എല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിലും ആ താളത്തിലേ സംസാരിക്കും. ഇപ്പോൾ വാട്ട്സ് യുവർ നെയിം എന്നല്ലായിരിക്കും ഇരിക്കുന്നത്, വാട്ട് ഈസ് യുവർ നെയിം എന്നായിരിക്കും നമ്മൾ എഴുതി പഠിക്കും. കാര്യം എന്താണ് നിൻ്റെ പേര് എന്ന് സ്ഫുടമായി നിർത്തിയും, കാര്യം സൈലന്റ് ലെറ്റേഴ്സ് ഇല്ല മലയാളത്തിൽ, നിർത്തി തന്നെ പറയണം, എന്തെങ്കിലും ശ്രുതി നന്നാവുമെന്ന് വലിയ വലിയ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല, വളരെ കണക്റ്റഡായിട്ടും വളരെ ക്വിക്കായിട്ടും പോകേണ്ടതാണ്. അപ്പം ഒരു മലയാളിയായിട്ടുള്ള ഒരാൾക്ക് മറുഭാഷ വന്നാൽ അത് മലയാളത്തിൻ്റെ താളവും ചൂടും ചൂരും ഉണ്ടായിരിക്കും. അക്ക 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മലയാളം. ഒരിക്കലും ഒരു ബ്രിട്ടീഷുകാരൻ അങ്ങനെ പറയത്തില്ല. അതെന്തുകൊണ്ടാണ്? ഭാഷ വേറെ ആണെങ്കിലും ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിലും അയാൾക്കും മനസ്സിലാവുന്നില്ലെങ്കിലും അത് മലയാളം പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസ് ചോദ്യങ്ങളാണ്. 2 കാര്യങ്ങൾ ഫെയ്ത്ത് ഹീലിംഗ്, എന്തുകൊണ്ടാണ് ഇത്രയും ആൾ കൂടുന്നതെന്നുള്ള ചോദ്യമാണ് വീണ്ടും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ 1 മണിക്കൂർ സംസാരിച്ചിട്ട് നമുക്ക് ഓപ്പൺ ഡിസ്കഷൻ ആവാം. 2 കാര്യം, പ്ലാസിബോ അതുപോലെ തന്നെ നോസിബോ, 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്ലാസിബോ എന്ന് പറയുന്നത് നിങ്ങളൊരു മരുന്ന് കഴിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഒരു മരുന്നും കഴിക്കാതെ, അല്ലെങ്കിൽ ഡമ്മി മരുന്ന് കഴിച്ച്, അല്ലെങ്കിൽ വ്യാജ മരുന്ന് കഴിച്ച്, അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ഒരു മരുന്ന് കഴിച്ചു എന്നുള്ള ഒരു പ്രഭാവം നിങ്ങളുണ്ടാകുന്നു. നിങ്ങൾ ആ മരുന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആ മരുന്ന് ഇങ്ങനെയൊക്കെയുള്ള പ്രഭാവം ഉണ്ടാക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ കുടിച്ച് ചിലപ്പോൾ വെള്ളമായിരിക്കും, വേറെ ഡമ്മി മരുന്നായിരിക്കും, ചിലപ്പോൾ വൈറ്റമിൻ ഗുളിയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആഹാ എന്ന് പറഞ്ഞ് നിൽക്കും. ഇത് ഒരു കഥ പറയുകയാണെങ്കിൽ, 1-ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ഒരു നഴ്സ്, ഈ ക്രിമിയൻ വാർ, 1-ാം ലോകമഹായുദ്ധവും ക്രിമിയൻ വാറും, ഈ 2 കാലഘട്ടങ്ങളാണ് ഈ നഴ്സിംഗ് വളരെ പ്രചാരത്തിൽ വരുന്നത്. ക്രിമിയൻ വാറിലാണ് പ്രധാനമായിട്ടും ഫ്ലോറൻസ് നൈറ്റിംഗൽ. അപ്പോൾ ആ നഴ്സിന് ഈ ആംബ്യൂട്ടഡ് ആയിട്ടുള്ള രോഗികളുടെ ചികിത്സയായിരുന്നു അവരുടെ ഡ്യൂട്ടി. അപ്പം ഇങ്ങനെ ഒരുപാട് പേരുടെ കൈയും കാലുമൊക്കെ പോയവരുടെ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വേദന സംഹാരി ഗുളിക ഇഞ്ചക്ഷൻ കുത്തിവെക്കാനായിട്ടുള്ള ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ കുത്തിവെക്കും. ഈ മുറിഞ്ഞു പോയവരെയൊക്കെ ഭയങ്കര കുറച്ച് ആശ്വാസം കിട്ടും. കുറേ കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം, ഈ വേദന സംഹാരി തീർന്നു. ഈ ജവാന്മാർ, പട്ടാളക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവർ ബഹളം വെക്കാൻ തുടങ്ങി, വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കുത്തിവെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആകെ അപ്സെറ്റായി, മരുന്നില്ല, എന്തു ചെയ്യും? അവസാനം ഈ കരച്ചിലും നിലവിളിയും സഹിക്കാൻ വയ്യാതെ ഇവർക്ക് എല്ലാവർക്കും പച്ചവെള്ളം കുത്തിവെച്ചു എന്നാണ് കഥ. അപ്പോൾ ആ കുത്തിവെച്ചതിൽ 100 പേരുണ്ടായിരുന്നെങ്കിൽ അതിൽ 20% പേര് പറഞ്ഞു, ഓ സിസ്റ്ററെ ഇപ്പോഴൊരാശ്വാസമായത്, ഇത്രയും എന്തായാലും നന്ദി എന്ന് പറഞ്ഞു. ബാക്കി ഒരു 30% പേര് പറഞ്ഞു, എന്തുവാ ഇത് കുത്തിവെച്ച്, ശരിക്കും നാട്ടിൽ ഒരെണ്ണം കൂടെ, ഒരു ഇഞ്ചക്ഷൻ കൂടെ കുത്തിവെക്കാമോ എന്ന് ചോദിച്ചു. ബാക്കി പിന്നെ ഒരു 30% പറഞ്ഞ്, നിങ്ങൾ എന്താ കുത്തിവെച്ചത്, ഇത് ശരിക്കും എനിക്കൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ. ബാക്കി പറഞ്ഞു, ഇതൊരു മാറ്റവും ഇല്ല, നിങ്ങളൊന്നും കുത്തിവെച്ചില്ലേ, എന്താണിത് എന്നും പറഞ്ഞ് അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ പല സ്പെക്ട്രത്തിലുള്ള ആളുകൾ അതിനോട് പ്രതികരിക്കുകയാണ്. ആദ്യത്തെ 20% ഒരു കുഴപ്പമില്ല, ആഹാ, ശരിക്കും ഒന്നും കുത്തിവെച്ചിട്ടുമില്ല. അവരിലുണ്ടായ പ്രഭാവമാണ് പ്ലാസിബോ എന്ന് പറയുന്നത്, പൊലിപ്രഭാവം. മരുന്ന് കഴിച്ചു എന്നുള്ള ധാരണ, ആ മരുന്നിൻ്റേതാണെന്ന് കരുതപ്പെടുന്ന ഫലങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുന്നു. ഇനി നേരെ തിരിച്ചാണ് നൊസിബോ എന്ന് പറയുന്ന സാധനം. നൊസിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു വിഷം കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അതനുസരിച്ചുള്ള അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. മറ്റേത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആണെന്നുള്ള പ്രത്യേകത. അപ്പോൾ പാമ്പ് കടിച്ച് നിങ്ങൾക്കൊരു 2 പഞ്ചർ കണ്ടു. അമ്മ പറയുന്നു പാമ്പാണെന്ന്, അച്ഛൻ പറയുന്നു പാമ്പാണെന്ന്, നിങ്ങൾ പറയുന്നു പാമ്പാണെന്ന്.
പക്ഷെ പാമ്പല്ല കടിച്ചിട്ടുള്ളൂ. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഛർദ്ദിൽ, ബഹളം, മറ്റേത് മറിച്ചത്, തലകുത്തി വീഴുന്നു, കഴിച്ചിൽ ആ ചില ചെല്ലുമ്പോൾ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ വടിയായിരിക്കും. നോക്കുമ്പോൾ പാമ്പൊന്നും കടിച്ചിട്ടുണ്ടാവില്ല. സൈക്കിക്കാണ്. ഈ മിക്കവാറും പാമ്പ് കടിച്ചവർ മരിക്കുന്നത് ഇതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവരെ കടിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിഷം മൂലമായിരിക്കില്ല മരിക്കുന്നത്, അല്ലാതെ തന്നെ ടെൻഷനൊക്കെ കൂടി ഹെമറേജൊക്കെ വന്ന് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് സാധനം ഫെയ്ത്ത് ഹീലിങ്ങിൽ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നു എന്ന് നിങ്ങൾ കരുതുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഈ പറയുന്ന ആൾക്കും അറിയത്തില്ല, കേൾക്കുന്ന ആൾക്കും അറിയത്തില്ല, കാണുന്ന ആൾക്കും അറിയത്തില്ല, അങ്ങനെ എന്താണെന്ന് ഇവരാരും വരച്ചിട്ടുമില്ല, ഒന്നുമില്ല. എന്തോ ഒരു സാധനം അത് വരുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ചുറ്റുമുള്ളവർ എന്തൊക്കെയോ കാണിക്കുന്നു, ഒരു മാസ് ഹിസ്റ്റീരിയയ്ക്ക് അടിപ്പെടുകയാണ്.